ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്ന റോസിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? അഹല്യ റോസ് അല്ലെങ്കിൽ സമ്മർ സ്നോ റോസ് എന്നൊക്കെ പറയുന്ന റോസാണ്. ഈ വെറൈറ്റി ഇപ്പോൾ ഇങ്ങനെ നിറയെ മുട്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നില്ലേ? പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് ഏകദേശം ഒരു 2 മാസം മുമ്പ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. വരുന്ന മുട്ടുകളെല്ലാം മുരടിച്ച്, പൂ വന്നാലൊരു കളറില്ലാതെ മുരടിച്ച്, വരുന്ന പുതിയ തളിരിലകളും എല്ലാം മുരടിച്ചൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്തു വരുന്ന ചെറിയൊരു ഹോം റെമഡി ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് മാറിക്കിട്ടി. അപ്പോൾ അതിനു മുമ്പ് ഈ പ്ലാന്റിൻ്റെ നേരത്തെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, വന്ന പൂവാണെങ്കിലും മുട്ടുകളാണെങ്കിലും ഒക്കെ മുരടിച്ച് വല്ലാതെ നിൽക്കുന്നത്, വരുന്ന കിളിർന്ന ലീഫുകൾ വരുന്നതെല്ലാം, പുതിയതായിട്ട് വരുന്ന ലീഫുകളെല്ലാം മുരടിച്ച് ഒരു ഹെൽത്തി ആയിട്ട് വരണില്ല. വരുന്ന മുട്ടുകളൊക്കെ ആണെങ്കിലും വന്നു, ചില പൂവുകൾ നന്നായിട്ട് വിരിയും, ചിലതാണെങ്കിൽ മുരടിച്ച പോലെ നിൽക്കും. ഏത് തളിര് വന്നാലും തളിര് വരുന്നുണ്ട്, ഇഷ്ടംപോലെ തളിരുകൾ വരുന്നുണ്ട്. പക്ഷേ വരുന്ന തളിരെല്ലാം ഇതേപോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ പ്ലാന്റിനെ രക്ഷിച്ചെടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മളെല്ലാവരും സാധാരണ വീട്ടിൽ ചെയ്യുന്നത് കാര്യമാണ്, പക്ഷേ ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. ഞാൻ എന്തായാലും ഒരു പരീക്ഷണം നടത്തിയാണ്, അത് പക്ഷേ നല്ല റിസൾട്ടാണ് എനിക്ക് തന്നത്. അതിന് ശേഷം ഒരു 2 മാസം ആയപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടത്. നിറയെ പൂത്ത്, നിറയെ ബഡുകൾ വന്ന്, വരുന്ന തളിരുകളൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വരും. വരുന്നതിലെല്ലാം നിറയെ മഡോടുകൂടിയാണ് വരുന്നത്. ഈ അഹല്യ റോസിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, നിറയെ പൂക്കും. അതാണ് ആ ഒരു റോസിൻ്റെ പ്രത്യേകത തന്നെ. അപ്പം നമ്മൾ എന്താണ് ഇതിന് ചെയ്തതെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ബഡുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിന് മെയിനായിട്ട് 3 സാധനങ്ങളാണ് ഞാൻ എടുത്തത്. ഒന്ന് ബനാനയുടെ തൊലി, അതായത് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി, പിന്നെ മുട്ടത്തോട്, പിന്നെ നമ്മുടെ സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ഏതിൻ്റെ ആണെങ്കിലും നമ്മുടെ അതിൻ്റെ തൊലി പൊളിച്ച് കളയുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ പീൽ ചെയ്യുന്ന തൊലി, ഇത്രയുമാണ് എടുത്തത്. അപ്പോൾ ആദ്യ സമയത്ത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഏത്തക്കയുടെ തൊലി എടുക്കുമല്ലോ, ഏത്തക്കയുടെ തൊലി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസാക്കി ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ 1-2 തവണയൊക്കെ ഞാനത് ചെയ്തു. അത് ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കലും 2 തവണയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യാൻ നിന്നില്ല. പിന്നെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് ചെടിക്ക് കിട്ടും, വളം കിട്ടും. പക്ഷേ മടി കാരണം പിന്നെ ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ചെറുതായിട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. ചുവട്ടിലിട്ട് കൊടുക്കുമ്പോൾ ഏത് വളം ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോഴും മണ്ണ് മാറ്റി കൊടുക്കണം. അതേപോലെ കൊടുക്കുന്നതാണ് മുട്ടത്തോട് പൊടിച്ചതും, നമ്മുടെ സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തൊലി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മുട്ടത്തോടെന്ന് പറയുമ്പോൾ പച്ച മുട്ടയുടെ തോടാണെങ്കിൽ ഏറ്റവും നല്ലത്. പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ പുഴുങ്ങിയ മുട്ടയുടെ ആ ഒരു പുഴുങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക്, ചൂടാറി കഴിയുമ്പോഴത്തേക്ക് അതൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മുട്ടയുടെ തോട്, ഈ പറഞ്ഞ ഉള്ളിയുടെ തൊലി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണ് ഇളക്കിയിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ആ മണ്ണിന് മുകളിൽ, അതായത് ഇതിൻ്റെ ചുവട്ട് ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കും, ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അത് കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് അതിന് മുകളിലായിട്ട് ചെറിയൊരു ലെയർ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മണ്ണിട്ട ശേഷം ഇത് പതുക്കെ കിടന്ന് അഴുകി ചെടിയിലേക്ക് വളമെത്തുകയും ചെടി നന്നായിട്ട് കിളിച്ച് ചെടിക്ക് നന്നായിട്ട് ബഡ് വരികയും, അതേപോലെ വരുന്ന തളിരൊക്കെ മുരടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ ബഡ് വരികയും അത് നന്നായിട്ട് വിരിഞ്ഞ് കിട്ടുകയും ചെയ്യാൻ ഈ ഒരു വളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ 2 റോസയിലും കാണുന്നത്. അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നൊരു സാധനമാണ് നമ്മുടെ ചായയുടെ ചണ്ടി എന്ന് പറയും. ചായ ഇട്ട ശേഷം ആ മട്ടില്ലേ, ആ തേയില ഭാഗം, ആ സാധനം ഇട്ട് കൊടുക്കുന്നതും റോസ നന്നായിട്ട് തഴച്ച് വളരാൻ, നന്നായിട്ട് പൂവിടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളമാണ്. പക്ഷേ ഇപ്പം നമ്മളതൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സവാളയുടെ അല്ലെങ്കിൽ ഉള്ളിയുടെ തൊലിയും മുട്ടത്തോടും ഏത്തപ്പഴത്തിൻ്റെ തൊലിയും മാത്രമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. തേയിലയുടെ ചണ്ടി ഇട്ട് കൊടുക്കും, തേയിലച്ചണ്ടി ഇട്ട് കൊടുക്കും, അതിന് നല്ല റിസൾട്ട് കിട്ടും എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ അതും ഇട്ട് കൊടുക്കാം, അതും നല്ല റിസൾട്ടാണ്. ഈ കൂട്ടത്തിലോ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടോ ഇട്ട് കൊടുക്കാം. യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ പാഴാക്കി കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന വളമാക്കി മാറ്റുന്നതാണിതൊക്കെ. ഇതൊക്കെ വെറുതെ അപ്പം വേസ്റ്റ് ബിന്നിൽ ഇട്ട് കളയാതെ ഇതുപോലെ ചെടീൻ്റെ ചുവട്ടിൽ, പ്രത്യേകിച്ച് റോസയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഫ്ലവർ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.